ആഗമനകാലം 3-ാം ഞായർ. തിരുവചനം. അക്കാലത്ത് തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ സ്നാപയോഹന്നാനോട് ചോദിച്ചു. ലൂക്ക 3:10. സ്നാപയോഹന്നാൻ്റെ വചനപ്രഘോഷണം ജനഹൃദയങ്ങൾ ആഴത്തിൽ പതിഞ്ഞു. വചനം ഇരുതലവാളായി പ്രവർത്തിച്ചു. ഹൃദയപരിവർത്തനം സംഭവിച്ചവർ സ്നാപയോഹന്നാനോട് ചോദിച്ചു, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2:37 നാം വായിക്കുന്നു, ഇത് കേട്ടവർ അവരുടെ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപയോഹന്നാൻ തന്നോട് ചോദ്യം ചോദിച്ച ചുങ്കക്കാർക്കും പടയാളികൾക്കും സാധാരണക്കാർക്കും അവരുടെ ജീവിത അന്തസ്സിന് അനുയോജ്യമായ ഉത്തരം, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ സക്കയൂസ് ആരോടും ഒന്നും ചോദിച്ചില്ല. ഭാര്യയോടും മക്കളോടും ചോദിച്ചില്ല. യേശുവിൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ.